പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും തിരുനാമത്തിൽ ആമേൻ. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മൾ ധ്യാന പഠന വിഷയമാക്കുന്നത് യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം. 2-ാം അധ്യായത്തിൽ 2 പ്രധാന ഭാഗങ്ങളാണുള്ളത്. ഒന്ന്, കാനായിലെ കല്യാണ വിരുന്നിനെ കുറിച്ച് പറയുന്ന സംഭവം. 2, യേശു ദേവാലയം ശുദ്ധീകരിക്കുന്ന സംഭവം. ആദ്യം നമുക്ക് കാനായിലെ കല്യാണ വിരുന്നിലേക്ക് പോകാം. 2-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. കാനായിലെ വിവാഹ വിരുന്നിൽ യേശുവിന്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശുവും ശിഷ്യന്മാരും ക്ഷണിക്കപ്പെട്ടിരുന്നു. പക്ഷെ യേശുവിന്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. എന്താണ് ഇത് അർത്ഥമാക്കുന്നത്? പരിശുദ്ധ അമ്മ ദൈവജനത്തോടൊപ്പം, സഭാ സമൂഹത്തോടൊപ്പം ഉള്ളവളാണ്. വിശുദ്ധ കത്തോലിക്ക സഭയുടെ ദർശനമനുസരിച്ച്, പ്രത്യേകിച്ച് പൗരസ്ത്യ സഭകളുടെ ദർശനമനുസരിച്ച്, പരിശുദ്ധ അമ്മയും വിശുദ്ധരും ആരാധനാ സമൂഹത്തോട് ചേർന്ന് നിൽക്കുന്നവരാണ്. ദൈവജനത്തോട് ചേർന്ന് നിന്ന് മുന്നേ നടന്ന് വഴികാട്ടി കൈപിടിച്ചു നയിക്കുന്നവർ. 3-ാം വാക്യത്തിൽ പറയുന്നു, അവിടെ വീഞ്ഞ് തീർന്നു പോയപ്പോൾ യേശുവിന്റെ അമ്മ അവനോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. നമ്മൾ സാധാരണ പറയും, യേശുവിന്റെ അമ്മ അവരുടെ ആവശ്യം കണ്ടറിഞ്ഞ് പോയി സഹായിക്കാൻ ചെന്നു. ശരിയാണ്, ആവശ്യം കണ്ടറിഞ്ഞ് സഹായിക്കാൻ ചെന്നു. പക്ഷേ നമ്മൾ ഉദ്ദേശിക്കുന്ന അർത്ഥത്തിൽ അവരുടെ വീഞ്ഞിന്റെ കുറവിനെ അല്ല ഇവിടെ സൂചിപ്പിക്കുന്നത്. തുടർന്ന് പറഞ്ഞ അമ്മയുടെ വാക്കുകളും യേശുവിന്റെ വാക്കുകളും പരിശോധിക്കുമ്പോൾ ഇതിന്റെ അർത്ഥം നമുക്ക് വ്യക്തമാകും. അമ്മ യേശുവിനോട് പറഞ്ഞപ്പോൾ യേശു അവളോട് പറഞ്ഞു, സ്ത്രീയെ, എനിക്കും നിനക്കും എന്ത്? എന്റെ സമയം ഇനിയും ആയിട്ടില്ല. അതിന്റെ അർത്ഥം എന്താ? യേശുവിന്റെ വാക്കുകളിൽ നിന്ന് വ്യക്തമാക്കുന്നത് യേശുവിന്റെ മെസ്സയാനിക ഐഡന്റിറ്റി, അവൻ മിശിഹായാണെന്ന സത്യം വെളിപ്പെടുത്താൻ സമയമായിട്ടില്ല എന്നാണ് അർത്ഥം. യേശുവിന്റെ മെസ്സയാനിക ഐഡന്റിറ്റി വെളിപ്പെടുത്താൻ, അഥവാ താൻ മിശിഹായാണെന്ന സത്യം വെളിപ്പെടുത്താൻ സമയമായിട്ടില്ല. അമ്മ ഉടനെ പരിചാരകരോട് പറഞ്ഞു, അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവിൻ. യഹൂദരുടെ ശുദ്ധീകരണ കർമ്മത്തിനുള്ള വെള്ളം നിറയ്ക്കുന്ന 6 കൽഭരണികൾ അവിടെ ഉണ്ടായിരുന്നു. ഭരണികളിൽ വെള്ളം നിറയ്ക്കുവിനെന്ന് യേശു അവരോട് കൽപ്പിച്ചു. വലിയ കൽഭരണികളാണ്, അതാണ് ഓരോന്നിലും 2-3 അളവ് കൊള്ളുമായിരുന്നെന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഈ ഭരണികളിൽ വെള്ളം നിറയ്ക്കാൻ യേശു അവരോട് ആവശ്യപ്പെട്ടു, പരിചാരകരോട്. അവർ അവയെല്ലാം വക്കോളം നിറച്ചു കഴിഞ്ഞപ്പോൾ യേശു പറഞ്ഞു, ഇനി പകർന്ന് കലവറക്കാരന്റെ അടുത്ത് കൊണ്ടുപോകാൻ. അവരിതിനെ പകർന്ന് കലവറക്കാരന്റെ അടുത്ത് ചെന്നു. കലവറക്കാരൻ വീഞ്ഞായി മാറിയ ആ വെള്ളം രുചിച്ചു നോക്കി. അതെവിടെ നിന്നാണെന്ന് അവൻ അറിഞ്ഞില്ല. എന്നാൽ വെള്ളം കോരിയ പരിചാരകർ അറിഞ്ഞിരുന്നു. അവൻ മണവാളനെ വിളിച്ചു പറഞ്ഞു, എല്ലാവരും മേൽത്തരം വീഞ്ഞ് ആദ്യം വിളമ്പുന്നു, അതിഥികൾക്ക് ലഹരി പിടിച്ചു കഴിയുമ്പോൾ താഴ്ന്ന തരവും. എന്നാൽ നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വച്ചുവല്ലോ. ഇവിടെ ആരാ മണവാളൻ? യേശുവാണ് മണവാളൻ എന്ന് വളരെ വ്യക്തം. എല്ലാവരും സാധാരണ മേൽത്തരം വീഞ്ഞ് ആദ്യം വിളമ്പും, അതിഥികൾക്ക് ലഹരി പിടിച്ചു കഴിയുമ്പോൾ താഴ്ന്ന തരം വീഞ്ഞ്. പക്ഷെ യേശു അങ്ങനെയല്ല ചെയ്തത്. നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വെച്ചുവല്ലോ. എന്താണ് ഇത് സൂചിപ്പിക്കുന്നത്? 11-ാം വാക്യത്തിലേക്ക് വന്നേ. യേശു തന്റെ മഹത്വം വെളിപ്പെടുത്താൻ പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ്. അപ്പൊ വളരെ വ്യക്തമാണ്, യേശുവിന്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിനായിട്ട് യേശു പ്രവർത്തിച്ച അടയാളങ്ങൾ. വിശുദ്ധ യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷത്തിൽ യേശുവിന്റെ വ്യക്തിത്വത്തിനാണ് കൂടുതൽ പ്രാധാന്യം. യേശുവിന്റെ വ്യക്തിത്വം, അവന്റെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്നത് അത്ഭുതങ്ങളിലൂടെ അല്ല, അടയാളങ്ങളിലൂടെ. യേശുവിന്റെ ദൈവരാജ്യ പ്രവർത്തനത്തെ കുറിച്ചുള്ള അത്ഭുതങ്ങളാണ് മറ്റു സുവിശേഷങ്ങളിൽ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷത്തിൽ അടയാളങ്ങളാണ്. അടയാളങ്ങൾ മറ്റൊന്നിലേക്ക് വിരൽ ചൂണ്ടുന്നവയാണ്. അതായത് യേശുവിന്റെ മഹത്വത്തിലേക്ക്. 1-ാമത്തെ അടയാളമാണ് കാനായിലെ കല്യാണ വിരുന്ന്. 11-ാം വാക്യം പറയുന്നു, യേശു തന്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഇത്. ഇനി ഇത്രയും വിശദീകരണത്തിന്റെ വെളിച്ചത്തിൽ നിന്ന്
ഈ തിരുവചന ഭാഗത്തിന്റെ യഥാർത്ഥ സന്ദേശം എന്തെന്ന് നമുക്ക് ചിന്തിക്കാം. ഈ വിരുന്ന് മെസ്സയാനിക വിരുന്നിന്റെ ഒരു മുൻ സൂചനയാണ്. ഈ മെസ്സയാനിക വിരുന്ന് സഭയുടെ ആരാധനാ സമൂഹത്തിലാണ്. ഈ ആരാധനാ സമൂഹത്തിലാണ് പരിശുദ്ധ അമ്മ ഉള്ളത്, ദൈവജനത്തോടൊപ്പം. അമ്മ യേശുവിനോട് പറഞ്ഞു അവർക്ക് വീഞ്ഞില്ല. വീഞ്ഞ് സൂചിപ്പിക്കുന്നത് ദൈവിക വെളിപാടിനെയാണ്, അല്ലെങ്കിൽ യേശുവിലൂടെ പ്രദാനം ചെയ്യുന്ന രക്ഷ. അപ്പോ അവർക്ക് വീഞ്ഞ് തീർന്നു എന്ന് പറയുന്നത് യഹൂദരുടെ നിയമഗ്രന്ഥങ്ങൾ തോറ, അവയിലൂടെ നൽകപ്പെട്ട ദൈവിക വെളിപാട് ഇനി മനുഷ്യന്റെ ദാഹം തീർക്കാൻ പര്യാപ്തമല്ല. അതാണ് വീഞ്ഞ് തീർന്നു എന്നതിന്റെ അന്തരാർത്ഥം. യഹൂദരുടെ നിയമഗ്രന്ഥത്തിലൂടെയുള്ള അല്ലെങ്കിൽ തോറായിലൂടെയുള്ള ദൈവിക വെളിപാട് ഇനി ദൈവജനത്തിന്റെ ദാഹം തീർക്കാൻ പര്യാപ്തമല്ല. അമ്മ അവർക്ക് വീഞ്ഞ് തീർന്നു എന്ന് പറയുമ്പോൾ പുത്രനോട് തന്റെ മെസ്സയാനിക ഐഡന്റിറ്റി വെളിപ്പെടുത്താൻ, പുതിയ വെളിപാട്, ദൈവത്തെക്കുറിച്ചുള്ള പൂർണ്ണമായ വെളിപാട് ദൈവജനത്തിന് കൊടുക്കാൻ പുത്രൻ ഇടപെടണമെന്ന് അമ്മ ആവശ്യപ്പെടുന്നതാണ് ഇതിന്റെ അന്തരാർത്ഥം. അപ്പോൾ യേശു പറഞ്ഞ വാക്കുകൾ, എന്റെ സമയം ഇനിയും ആയിട്ടില്ല. ഞാൻ പറഞ്ഞു, യേശുവിന് തന്റെ മെസ്സയാനിക ഐഡന്റിറ്റി, തന്റെ മിശിഹാത്വം വെളിപ്പെടുത്താൻ സമയമായില്ല. യേശു സ്വയം വെളിപ്പെടുത്താനും യേശുവിലൂടെ ദൈവത്തെ വെളിപ്പെടുത്തുന്ന ആ വെളിപാട് പൂർണ്ണമായി നൽകാനും സമയമായില്ല. പക്ഷേ അമ്മ എന്ത് ചെയ്തു? അമ്മ ഉടനെ പരിചാരകരോട് പറഞ്ഞു അവൻ പറയുന്ന പോലെ ചെയ്യാൻ. അപ്പൊ പിന്നെ യേശുവിന് ഇടപെടാതിരിക്കാൻ പറ്റില്ല. ഇവിടെ പരിശുദ്ധ അമ്മ സമയമാകുന്നതിന് മുമ്പ് യേശു തമ്പുരാന്റെ രക്ഷാകര ഇടപെടലിന്, തന്റെ മിശിഹാത്വം വെളിപ്പെടുത്തി രക്ഷയുടെ അനുഭവത്തിലേക്ക് ദൈവജനത്തെ നയിക്കാൻ തക്കവിധം രക്ഷാകര ഇടപെടലിന് വഴിയൊരുക്കുകയാണ് പരിശുദ്ധ അമ്മ. ഇനി അമ്മയെ ഇവിടെ സ്ത്രീ എന്ന് വിളിച്ചത് എന്തിനാണ്? അമ്മയെ ഇവിടെ സ്ത്രീയെ എന്ന് വിളിച്ചതിന്റെ അർത്ഥം ഉൽപ്പത്തി 3:15 സ്ത്രീയെയാണ് യോഹന്നാൻ ശ്ലീഹ അർത്ഥമാക്കുന്നത്. അതായത് മറിയം യേശുവിന്റെ അമ്മ എന്നതിൽ ഉപരി ദൈവം തന്റെ ഏകജാതനിലൂടെയുള്ള രക്ഷാകര പ്രവർത്തനത്തിന് വഴിയൊരുക്കാൻ മുൻകൂട്ടി തെരഞ്ഞെടുത്തവളാണ്. ഉൽപ്പത്തി പുസ്തകം 3:15 പ്രഥമ സദ്വാർത്തയില് പറഞ്ഞത്. അതായത് സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തല തകർക്കും. ആ സ്ത്രീയാണ് മറിയം, ആ സ്ത്രീയുടെ സന്തതിയാണ് യേശു. അപ്പോൾ ഇവിടെ യേശു സ്ത്രീയെ എന്ന് വിളിക്കുമ്പോൾ, ഞാൻ ദൈവത്തിന്റെ പുത്രനാണെങ്കിലും, നീ ദൈവത്താൽ മുൻകൂട്ടി തെരഞ്ഞെടുക്കപ്പെട്ടവളാണെങ്കിലും എനിക്കും നിനക്കും എന്ത്? എന്റെ സമയം ഇനിയുമായിട്ടില്ല. അതായത് ദൈവപിതാവ് നിശ്ചയിച്ച സമയമായിട്ടില്ല. തുടർന്ന് അവിടെ ഉണ്ടായിരുന്ന കൽഭരണികളില് വെള്ളം നിറയ്ക്കാൻ യേശു പരിചാരകരോട് ആവശ്യപ്പെട്ടു. ഈ ഒഴിഞ്ഞ കൽഭരണി യഹൂദരുടെ ശുദ്ധീകരണത്തിന് വെള്ളം നിറയ്ക്കുന്ന കൽഭരണികളാണ്. അതായത് തിരുനാളുകളിലോ പ്രധാന വേദികളില് ജനം ഒരുമിച്ച് കൂടുമ്പോൾ അവർ ബാഹ്യശുദ്ധി വരുത്തി കൈകാലുകൾ കഴുകി വേണം ദേവാലയത്തിലേക്ക് പ്രവേശിക്കാൻ. അതിനായിട്ട് വെള്ളം നിറയ്ക്കുന്ന കൽഭരണികൾ. ആ കൽഭരണികൾ ശൂന്യം. ഇവിടെ ഇതിന്റെ സിംബോളിക് അർത്ഥം, യഹൂദരുടെ തോറായിലൂടെയുള്ള വിശുദ്ധീകരണം പച്ചവെള്ളത്താൽ ബാഹ്യശുദ്ധി വരുത്തുന്നത് പോലെയാണ്. പക്ഷെ അവരെ പൂർണ്ണമായി വിശുദ്ധീകരിക്കാൻ പര്യാപ്തമല്ല. യേശുവിലൂടെയുള്ള പുതിയ വെളിപാടിലൂടെ പൂർത്തീകരിക്കണം. പഴയത് പരിപൂർണമായി ഇല്ലാതെ ആകുന്നില്ല. ആ കൽഭരണി തന്നെ എടുത്തു എന്നുള്ളതും പ്രത്യേകം ശ്രദ്ധേയമാണ്. കൽഭരണി സൂചിപ്പിക്കുന്നത് യഹൂദരുടെ തോറ. ആ തോറയിലൂടെ നൽകപ്പെട്ട നിയമങ്ങൾ, അതാണ് അവരെ വിശുദ്ധീകരിക്കുന്നതും രക്ഷയിലേക്ക് നയിക്കുന്നതും. ഇവിടെ ആ തോറായിലൂടെയുള്ള ദൈവിക വെളിപാട് അപര്യാപ്തമാണ്, അപൂർണമാണ്. അതിന്റെ പൂർത്തീകരണം യേശുവിലൂടെയുള്ള പൂർണ്ണ വെളിപാടിലൂടെ. യേശു ഈ വെള്ളത്തെ വീഞ്ഞാക്കി മാറ്റി, മേൽത്തരം വീഞ്ഞ്. അതാണ് കലവറക്കാരൻ വിളിച്ച് മണവാളനായ യേശുവിനെ അഭിനന്ദിച്ചത്. യേശു മണവാളനാണ് എന്ന് 3-ാം അധ്യായത്തിൽ യോഹന്നാൻ യേശുവിനെ മണവാളനായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. അതിൽ നിന്നും വ്യക്തമാണ് യേശുവിനെയാണ് ഇവിടെ മണവാളൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. മണവാളനെ വിളിച്ചാണ് പറഞ്ഞത്. എല്ലാവരും മേൽത്തരം വീഞ്ഞ് ആദ്യം വിളമ്പും, അവസാനം കുറഞ്ഞ തരം.
പക്ഷെ നീ മേൽത്തരം വീഞ്ഞ് അവസാനം വരെ കാത്തുവെച്ചല്ലോ. ഇതാണ് യേശുവിലൂടെയുള്ള ദൈവിക വെളിപാടിന്റെ പൂർണ്ണത. ഈ അടയാളത്തിലൂടെ യേശു തന്റെ മഹത്വം വെളിപ്പെടുത്തുന്നു. ഇത് പ്രതീകാത്മകമായി പരിശുദ്ധ കുർബാനയിൽ വീഞ്ഞ് തിരുരക്തമാക്കി പരിവർത്തനം ചെയ്യുന്നതിനെയും സൂചിപ്പിക്കുന്നു. അപ്പോൾ പച്ചവെള്ളം കുടിക്കുന്നതും പുതുവീഞ്ഞ് കുടിക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം നോക്കിയേ. അതായത് തോറായിലൂടെ നൽകപ്പെട്ട ദൈവിക ജീവൻ അല്ലെങ്കിൽ ദൈവാനുഭവം പച്ചവെള്ളം കുടിക്കുന്നതിന് തുല്യമാണെങ്കിൽ, യേശുവിലൂടെ ലഭിക്കുന്ന ജീവന്റെ സമൃദ്ധി, നവജീവൻ, പുതു ചൈതന്യം, ദൈവാനുഭവത്തിന്റെ ആ സമൃദ്ധിയെയാണ്. വീഞ്ഞു കുടിക്കുന്നതും വെള്ളം കുടിക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം പോലെയാണ്. കാനായിലെ കല്യാണ വിരുന്ന് നമുക്ക് നൽകുന്ന സന്ദേശങ്ങളെ നമുക്ക് സംഗ്രഹിക്കാം. ഒന്നാമത് പരിശുദ്ധ അമ്മയുടെ റോള്, അത് ഞാൻ വ്യക്തമാക്കി ഇനി ആവർത്തിക്കുന്നില്ല. രണ്ടാമത് കൽഭരണി എന്തിനെ സൂചിപ്പിക്കുന്നു എന്ന് പറഞ്ഞു, യഹൂദരുടെ തോറായി. അതിൽ 5 കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒന്ന്, തോറായിലൂടെയുള്ള വെളിപാട് പച്ചവെള്ളം പോലെയാണ്. യേശുവിലൂടെ നൽകുന്ന വെളിപാട് പുതുവീഞ്ഞു പോലെ. 2, പച്ചവെള്ളത്തിലൂടെ ബാഹ്യശുദ്ധി വരുത്തുന്നതും പുതുവീഞ്ഞിലൂടെ അഥവാ കർത്താവിന്റെ തിരുരക്തത്തിലൂടെ നമ്മളിൽ വരുത്തുന്ന പരിവർത്തനവും. മൂന്നാമതായി, യേശുവിലൂടെയുള്ള ഈ ദൈവിക വെളിപാടിന്റെ ശ്രേഷ്ഠത, പച്ചവെള്ളവും ഈ പുതുവീഞ്ഞും തമ്മിലുള്ള ശ്രേഷ്ഠത. 4, പുതുജീവ ചൈതന്യത്തിലേക്ക് നയിക്കുന്ന അനുഭവം. 5, ഇതുവഴി അനേകരെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരിക. അപ്പൊ 2 പ്രധാന കാര്യങ്ങൾ. ഒന്ന്, പരിശുദ്ധ അമ്മയുടെ റോൾ എടുത്തു പറയുന്നതും അമ്മയെ സ്ത്രീ എന്ന് വിളിച്ചതും. 2, ഈ കൽഭരണികളിൽ വെള്ളം നിറച്ചതും അത് പുതുവീഞ്ഞാക്കി മാറ്റിയതും സൂചിപ്പിക്കുന്ന 5 പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഇവ ഹൃദയത്തിൽ സംഗ്രഹിച്ച് ധ്യാനിക്കാം. നമുക്ക് നമ്മുടെ ഉള്ളിനുള്ളിലെ ചിന്തയും പ്രാർത്ഥനയും മനോഭാവവും ഒക്കെ എങ്ങനെയായിരിക്കും? കർത്താവേ, ഞങ്ങളെ തന്നെ വിശുദ്ധീകരിക്കാൻ എടുക്കുന്ന ശ്രമങ്ങളെല്ലാം ഈ പച്ചവെള്ളം കൊണ്ട് ബാഹ്യശുദ്ധി വരുത്തുന്നത് പോലെയാണ്. നിന്റെ തിരുരക്തത്താൽ ഞങ്ങളെ കഴുകി വെടിപ്പാക്കിയാൽ നാഥ, ഞങ്ങളിൽ നിമിഷം കൊണ്ട് പരിവർത്തനം വരും. ഈ പരിവർത്തനം ഞങ്ങളെ പുതുജീവ ചൈതന്യത്തിലേക്ക് നയിക്കും. രക്ഷയുടെ നവയുഗത്തിന്റെ അനുഭവം ഞങ്ങളുടെ ജീവിതത്തിലും അങ്ങയിലൂടെ നൽകപ്പെട്ട ദൈവാനുഭവത്തിന്റെ സമൃദ്ധിയിലേക്ക്, പുതു ചൈതന്യത്തിലേക്ക് വളരാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് കർത്താവിന്റെ സന്നിധിയിലേക്ക് പ്രാർത്ഥന ഉയരണം. മാത്രമല്ല, ഇതുവഴി നാം വിശ്വാസത്തിലേക്ക് വരണം, മറ്റുള്ളവരെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരണം. 12 മുതലുള്ള വാക്യങ്ങൾ. ഇതിനുശേഷം അവൻ തന്റെ അമ്മയോടും സഹോദരന്മാരോടും ശിഷ്യന്മാരോടും കൂടെ കഫർനാമിലേക്ക് പോയി. അവർ അവിടെ ഏതാനും ദിവസം താമസിച്ചു. 1-ാം ഭാഗം ഇവിടെ തീരുകയാണ്. 13 മുതലുള്ള വാക്യങ്ങൾ 2-ാം ഭാഗത്തിലേക്ക്. ദേവാലയ ശുദ്ധീകരണം 13 മുതൽ 25 വരെയുള്ള വാക്യങ്ങളിൽ ഈ ദേവാലയ ശുദ്ധീകരണത്തെ കുറിച്ചുള്ള വിവരണമാണ് പറയുന്നത്. ഇത് നമുക്ക് നൽകുന്ന പ്രധാനപ്പെട്ട സന്ദേശങ്ങൾ. ഒന്നാമതായിട്ട്, യേശുവിന്റെ കാലത്തെ ജെറുസലേമിൽ ദേവാലയത്തിന്റെ പശ്ചാത്തലമാണ് ഈ സുവിശേഷ ഭാഗത്തിന്റെ ആദ്യം എക്സ്പ്ലെയിൻ ചെയ്തേക്കുന്നത്. യഹൂദരുടെ പെസഹ അടുത്തിരുന്നതിനാൽ യേശു ജെറുസലേമിലേക്ക് പോയി കാള, ആട്, പ്രാവ് എന്നിവ വിൽക്കുന്നവരെയും നാണയം മാറ്റാൻ ഇരിക്കുന്നവരെയും ദേവാലയത്തിൽ അവർ കണ്ടു. അവൻ കയറുകൊണ്ട് ഒരു ചമ്മട്ടി ഉണ്ടാക്കി അവരെല്ലാം ആടുകളോടും കാളകളോടും കൂടെ ദേവാലയത്തിൽ നിന്ന് പുറത്താക്കി. നാണയമാറ്റക്കാരുടെ മേശകളെല്ലാം തട്ടി മറിച്ചിട്ടു. എന്നിട്ട് യേശുവിന്റെ വാക്കുകളാണ് ഇവിടെ ശ്രദ്ധേയം. എന്റെ പിതാവിന്റെ ആലയം നിങ്ങൾ കച്ചവട സ്ഥലമാക്കരുത്. എന്താണ് എന്റെ പിതാവിന്റെ ആലയമെന്ന് യേശു പറഞ്ഞതിന്റെ അർത്ഥം? 1 ദിനവൃത്താന്തം 17-ാം അധ്യായം 10 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ വിശദമായി വായിക്കുക. ദാവീദിന്റെ പുത്രൻ പിതാവിന് വേണ്ടി പണിത ആലയം, നിന്റെ മക്കളിൽ ഒരുവനെ ഞാൻ ഉയർത്തും, അവൻ എനിക്ക് ആലയം പണിയുമെന്ന് പറഞ്ഞത് യേശു അഥവാ അബ്രഹാത്തിന്റെ പുത്രനായ ദാവീദിന്റെ പുത്രൻ യേശു ക്രിസ്തു ദൈവ പിതാവിനു വേണ്ടി പണിത ആലയമാണ് സഭയാകുന്ന ആലയം, സഭാഗാത്രത്തിലെ അവയവങ്ങളായ നമ്മൾ ഓരോരുത്തരുടെയും ഹൃദയങ്ങളാകുന്ന ആലയം. ഈ ആലയത്തെയാണ് കച്ചവട സ്ഥലമാക്കരുത് എന്ന് പറഞ്ഞിരിക്കുന്നത്. ദൈവദാസൻ മാറിവാനിയോസ് പിതാവ് ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട്: ദൈവ ചിന്തകൾ കൊണ്ട് നിറയ്ക്കേണ്ട ഹൃദയത്തെ വ്യർത്ഥ ചിന്തകൾ കൊണ്ട് നിറയ്ക്കരുതെന്ന്.
ദൈവ ചിന്തകൾ കൊണ്ട് നിറയ്ക്കേണ്ട ഹൃദയത്തെ വ്യർത്ഥ ചിന്തകൾ കൊണ്ട് നിറച്ചാൽ വിഗ്രഹാരാധകരായി മാറുമെന്ന് നാം. അതുപോലെ ദൈവവചനങ്ങൾ കൊണ്ട് നിറയ്ക്കേണ്ട ഹൃദയത്തെ, വചന പേടകമാക്കി മാറ്റേണ്ട ഹൃദയത്തെ ചപ്പും ചവറും ഇടുന്ന വേസ്റ്റ് ബാസ്ക്കറ്റ് ആക്കരുത്. കാരണം യേശു തമ്പുരാൻ തിരുരക്തം വിലയ്ക്ക് കൊടുത്ത് ദൈവപിതാവിന് വേണ്ടി പണിത ആലയമാണ് നമ്മൾ ഓരോരുത്തരുടെയും ഹൃദയങ്ങളും സഭാ സമൂഹമാകുന്ന ആലയവും. നമ്മുടെ ഹൃദയങ്ങൾ, നമ്മുടെ സമൂഹത്തിന് ഉള്ളിൽ ദൈവത്തിനാണ് ഒന്നാം സ്ഥാനം. വചന ചിന്തകൾ കൊണ്ട് നമ്മുടെ ഹൃദയങ്ങളെ നിറയ്ക്കണം. 17-ാം വാക്യം പറയുന്നു, അവിടുത്തെ ആലയത്തെ കുറിച്ചുള്ള തീഷ്ണത എന്നെ വിഴുങ്ങിക്കളയുമെന്ന് എഴുതപ്പെട്ടിരിക്കുന്നത് അപ്പോൾ അവന്റെ ശിഷ്യന്മാർ ഓർത്തു. കാനായിലെ കല്യാണ വിരുന്നിന്റെ കാര്യം പറഞ്ഞതുപോലെ യേശു ദേവാലയം ശുദ്ധീകരിക്കുന്ന സംഭവത്തിനും പ്രതീകാത്മകമായ അർത്ഥമുണ്ട്. എന്റെ പിതാവിന്റെ ആലയത്തെ കുറിച്ചുള്ള തീഷ്ണത എന്നെ വിഴുങ്ങിക്കളയും. അത് സഭയാകുന്ന ആലയം, നാം ഓരോരുത്തരുടെയും ഹൃദയങ്ങളാകുന്ന ആലയം. ഹൃദയം ദൈവത്തിന്റെ വാസസ്ഥലമാണ്. അവിടുത്തെ വചനം ഹൃദയത്തിൽ സൂക്ഷിക്കണമെന്നും രാവും പകലും അതിനെക്കുറിച്ച് ധ്യാനിക്കണമെന്നും പഴയ നിയമത്തിൽ നിയമാവർത്തന ഗ്രന്ഥം, പുറപ്പാട് പുസ്തകം, ജോഷുവയുടെ പുസ്തകം ഇതിലൊക്കെ ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. വചനം ഹൃദയത്തിൽ സൂക്ഷിച്ച് നിരന്തരം ധ്യാനിക്കേണ്ടവർ ഹൃദയത്തെ വ്യർത്ഥ ചിന്തകൾ കൊണ്ട് നിറയ്ക്കരുത്. ദൈവദാസൻ മാറിവാനിയോസ് പിതാവ് പറയുന്നു, ഹൃദയത്തിൽ ദൈവത്തിന് കൊടുക്കേണ്ട സ്ഥാനം മറ്റാർക്കും നൽകരുത്, മറ്റൊന്നിനും നൽകരുത്. യേശുവിനോട് യഹൂദർ ചോദിച്ചു, ഇതെല്ലാം ചെയ്യാൻ നിനക്ക് എന്തധികാരം, എന്തധികാരത്താലാണ് നീ ഇത് ചെയ്യുന്നത്? യേശു പറഞ്ഞു, ഈ ദേവാലയം നശിപ്പിക്കുക, 3 ദിവസത്തിനകം ഞാനത് പുനരുദ്ധരിക്കും. അപ്പോൾ ഇത് ഏത് ദേവാലയത്തെ കുറിച്ചാണ് യേശു പറഞ്ഞത്? അപ്പോൾ ഉടനെ നിയമജ്ഞരെ ചോദിച്ചു, ഈ ദേവാലയം പണിയാൻ 46 സംവത്സരം എടുത്തു, നീ ഇത് 3 ദിവസം കൊണ്ട് പുനരുദ്ധരിക്കുമെന്നോ? പക്ഷെ യേശു പറഞ്ഞത് തന്റെ ശരീരമാകുന്ന ആലയം. അതേതാലയം? നമ്മള് 1 ദിനവൃത്താന്തം 17-ാം അധ്യായം 10-ാം വാക്യത്തിൽ കണ്ടു, ഞാൻ നിനക്കൊരാലയം പണിയുമെന്ന് ദൈവപിതാവ് ദാവീദിനോട് പറഞ്ഞത്. ആ ആലയം അതേതാണ്? ആ ആലയം ദൈവപിതാവ് നമുക്കായി പണിത ആലയം യേശു. 23-ാം വാക്യത്തിൽ പറയുന്നു, പെസഹ തിരുനാളിന് അവൻ ജെറുസലേമിലായിരിക്കുമ്പോൾ പ്രവർത്തിച്ച അടയാളങ്ങൾ കണ്ട് വളരെ പേർ അവന്റെ നാമത്തിൽ വിശ്വസിച്ചു. കാനായിലെ കല്യാണ വിരുന്നും അവിടെ വെള്ളം വീഞ്ഞാക്കി മാറ്റിയതും ഈ പ്രവർത്തികളുമൊക്കെ കണ്ട് വളരെ പേർ അവനിൽ വിശ്വസിച്ചു. യേശു ആകട്ടെ അവരെ വിശ്വസിച്ചില്ല. കാരണം അവൻ അവരെ എല്ലാരെയും അറിഞ്ഞിരുന്നു. അതെന്താണ്? ഇവർ ഈ അത്ഭുതം അടയാളം കണ്ടിട്ടാണ്, അടയാളത്തിന്റെ അർത്ഥം മനസ്സിലാക്കിയിട്ടല്ല ഇവരെ വിശ്വസിച്ചത്. ഇവർ ഈ വിശ്വാസത്തിൽ സ്ഥിരതയോടെ നിൽക്കുമെന്ന് യേശുവിന് ഉറപ്പില്ല. അതാണ് പറയുന്നത്, യേശു അവരെ വിശ്വസിച്ചില്ല. കാരണം അവരെയെല്ലാം അവൻ അറിഞ്ഞിരുന്നു. മനുഷ്യനെ പറ്റി ആരുടെയും സാക്ഷ്യം അവൻ ആവശ്യമില്ലായിരുന്നു. മനുഷ്യനിൽ ഉള്ളത് എന്താണെന്ന് അവൻ വ്യക്തമായി അറിയുന്നു. പ്രിയമുള്ളവരെ, ഈ കാനായിലെ കല്യാണ വിരുന്നിൽ യേശു വെള്ളം വീഞ്ഞാക്കി മാറ്റിയ സംഭവം നമുക്ക് നൽകുന്ന സന്ദേശങ്ങളും ദേവാലയം ശുദ്ധീകരിച്ച സംഭവം നമുക്ക് നൽകുന്ന സന്ദേശങ്ങളും ഹൃദയത്തിൽ സംഗ്രഹിച്ച് നമുക്ക് നിരന്തരം ധ്യാനിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിച്ച് ആശീർവദിക്കട്ടെ.